ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ സൗജ്യ. ഇന്ന് ചെറിയൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മോൾക്ക് MBBS സീറ്റ് കിട്ടിയ തെലങ്കാനയിലുള്ള ഹൈദരാബാദിൻ്റെ അടുത്തുള്ള നാഗർ കർണൂൽ എന്ന ഒരു സ്ഥലത്താണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയത് MBBSന്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാനും പോവാം. ചേരാനല്ല, സെക്കൻഡ് റൗണ്ടിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തേർഡ് റൗണ്ട് കൂടെ ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കോളേജും പോയി യാത്ര അങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് നോക്കാമെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിവിടെ പേപ്പേഴ്സൊക്കെ കറക്റ്റ് ആക്കുമ്പോഴേക്കും 2-3 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോൾ ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിന് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോഴാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. ബസ് റോയൽ റിച്ച് എന്നുള്ള ബസ്സാണ്, റെഡ് ബസ് ആപ്പിലൂടെയാണ് ബുക്ക് ചെയ്തത്. നല്ല സൗകര്യത്തോടുകൂടി നമുക്ക് സ്ലീപ്പർ ബസ്സായിരുന്നു. നമുക്ക് യാത്ര ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയില്ല. അതായത് നല്ല സീനറി കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് കടന്ന് പോകാൻ പറ്റിയൊരു ഇതായിരുന്നു. ഞങ്ങൾക്ക് ആ ദിവസം ബസ് അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ബസ്സിൽ പോകുമ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെയാണ് ഒരു പേടി വരിക. പക്ഷേ വാഷ്റൂമും ഒരു 4 to 5 hours കൂടുമ്പോൾ നല്ല നല്ല ഹോട്ടലിൽ നിർത്തിയിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഹോട്ടലുകളിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നിയില്ല. പിന്നെ നമുക്ക് യാത്രാ ക്ഷീണവും തോന്നിയില്ല. അതുപോലെ സീനറീസ് ഒക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്സ് ഉള്ളിലെടുത്തിട്ടുള്ളത് ഇതുപോലെയാണ്. ഒരു സൈഡ് സിംഗിളായിട്ട് ഒരാൾക്കുള്ളതും ഇപ്പോഴത്തെ 2 പേർക്കും ഉള്ളതാണ്. എല്ലാം നമുക്ക് കവേർഡാണ്. സേഫ്റ്റി ആയിട്ട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പോൾ മോൾക്കാണ് MBBS അവിടെ നാഗർ കർണൂലിൽ കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ മോൻ പഠിക്കുന്നുണ്ട്, 3rd year കോഴിക്കോട് കാലിക്കറ്റ് MBBS അവിടെയാണ് പഠിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഹൈദരാബാദ് ഇറങ്ങി പിന്നെയും 2 hours കൊണ്ട് റിട്ടേൺ വന്നിട്ടും നാഗർ കർണൂൽ പോകുന്നതിനേക്കാളും ഇടയിൽ വെച്ച് ഇറങ്ങി, അതായത് ഗജർല എന്നുള്ള ഭാഗത്ത് ഇറങ്ങിയാൽ നമുക്ക് 1 hour കൊണ്ട് നമുക്ക് നാഗർ കർണൂലിൽ എത്തും എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഗജർല എന്നുള്ള ഭാഗത്ത് ഇറങ്ങിയിട്ട് ബസ്സിലായിരുന്നു നാഗർ കർണൂൽ പോയത്, ആ ടൗണിലോട്ട് പോയത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഏകദേശം 8-8:30 ആയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ 3 മണിക്കായിരുന്നു പാലക്കാട് നിന്ന് കയറിയത്. 3:15 ബസ് എത്തിയിരുന്നത്. അവിടെ എത്തിയത് 8:30 ഞങ്ങൾ 7:30 ഞങ്ങൾ ഗജർലയിൽ എത്തിയിരുന്നു. ഗജർലയിൽ ഇറങ്ങിയിട്ട് പിന്നെ 1 hour ട്രാവലിലാണ് ഞങ്ങൾ നാഗർ കർണൂലിലെത്തിയത്. ഇത് നാഗർ കർണൂൽ ടൗണാണ്. അപ്പോൾ ഞങ്ങൾ നാഗർ കർണൂലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കോളേജിൻ്റെ മുമ്പിൽ കൂടെയാണ് പോയത്. അപ്പോൾ ഏതെങ്കിലും ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വെച്ചിട്ട് നാഗർ കർണൂലിൽ ഒരു റൂം എടുത്തിരുന്നു. നല്ല വൃത്തിയായിട്ടുള്ള റൂമായിരുന്നു. നല്ല സൗകര്യത്തോടുകൂടിയുള്ള 1 day 1000 rupees റൂം റെൻറ്റ് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒരു 10:30 ആകുമ്പോഴാണ് ഞങ്ങൾ കോളേജിലോട്ട് പോയത്. ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. 10 minute ട്രാവലേ ഉള്ളൂ കോളേജിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ നമുക്ക് ഇനി മോൾക്കൊക്കെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ബസ് കയറേണ്ടത്. ഇവിടുന്ന് നമുക്ക് ഗജറിലേക്ക് ബസ് കയറാം. ഗജറിയിൽ നിന്ന് പാലക്കാട്ടിലോട്ട് ബസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞ് പിന്നെ ഓട്ടോയിലാണ് കോളേജിലോട്ട് പോയത്. അവിടെ ഇതാണ് നാഗർ കർണൂൽ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. ഈ ബിൽഡിംഗ് വന്നിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഇതിന് നഴ്സിംഗിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഇവിടെയായിരുന്നു ക്ലാസ്സൊക്കെ നടത്തിയിരുന്നത്. ഹോസ്പിറ്റലിന് വേറൊരു ഭാഗത്തൊക്കെ അവരുടെ ബസ്സിൽ തന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്ത് കാണുന്ന ഈ യെല്ലോ ബിൽഡിങ്ങാണ് ഇനി മെഡിക്കൽ കോളേജ്. ഇത് നഴ്സിംഗുകാർക്കുള്ള ക്ലാസ്സസ് നടക്കുന്ന കോളേജാണ്. മറ്റേതാണ് നമുക്ക് MBBS പഠിക്കാനുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഈ ഇടയിൽ കാണുന്നത് വർക്കേഴ്സ് അവിടെ ടെൻറ്റ് കെട്ടിയിരിക്കുന്നതാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരും ആ ഗ്യാപ്പിലേക്ക് ഇനി മെഡിക്കൽ ഹോസ്പിറ്റൽ വരും. വിത്തിൻ 2 years ഒക്കെ അത് പെട്ടെന്ന് ഇൻഫ്രാസ്ട്രക്ചർ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുന്നുണ്ട്. വിത്തിൻ 2 years വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം നല്ല, നമുക്ക് പേടിച്ചിട്ടാണ് ആ ഭാഗത്തേക്ക് പോയത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പേടി അവിടെ അനുഭവപ്പെട്ടില്ല. യാത്ര മാത്രം ഇവിടുന്ന് ഒരു ദിവസം യാത്ര ഉണ്ട് എന്നുള്ളത് മാത്രം. പക്ഷേ രാത്രി 3 മണിക്ക് കയറിയാൽ നമുക്ക് അവിടെ 6 മണിയാകുമ്പോഴേക്കും എത്തും, 7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അവിടുന്ന് 1 hour ട്രാവൽ 8-8:30 ആകുമ്പോഴേക്കും നമുക്ക് കോളേജിൻ്റെ മുമ്പിൽ കൂടെ തന്നെ ഞങ്ങൾ പാസ് ചെയ്ത് പോയത്.
അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ട്രെയിനിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് യാത്ര ചെയ്ത് നോക്കുമ്പോഴറിയാം. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് സീനിയറായിട്ട് കോഴിക്കോട് നിന്നുള്ള ഒരു കുട്ടിയുണ്ട്, അവൾ ഫ്ലൈറ്റിലാണ് വരിക എന്നൊക്കെയാണ് പറഞ്ഞത്. ഫ്ലൈറ്റിൽ ഹൈദരാബാദ് ഇറങ്ങിയിട്ട് അവിടുന്ന് 2.5 hours ട്രാവൽ ഉണ്ട് പറഞ്ഞിരുന്നു. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ അതായത് ആ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഫോട്ടോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അത് ഞങ്ങൾ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു, വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ കോളേജുകളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്നാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും നടന്നു പോകുന്നത്. അപ്പോൾ പിന്നെ മോനെ ഇവിടെ കാലിക്കറ്റുള്ളതുകൊണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം. അപ്പോൾ ഇവിടെ തെലങ്കാനയിലെ എല്ലാ കോളേജുകളും നല്ല പെട്ടെന്നാണ് വരുന്നത്. അവിടുത്തെ സീനിയേഴ്സൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ ഇതിലത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസൊക്കെ ഫുൾ പാസ്സാണ്, നല്ല ക്ലാസ്സസ്സാണ്, ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഷ മാത്രമേ പ്രോബ്ലം വരിക, അത് തേർഡ് ഇയർ ആകുമ്പോഴേക്കും കുട്ടികളത് പിക്കപ്പ് ആയിക്കോളുമെന്നാണ് അവിടെയുള്ള സീനിയേഴ്സൊക്കെ പറയുന്നത്. പിന്നെ കുട്ടികളായാലും നല്ല ഹെൽപ്പിംഗ് മൈൻഡാണ് അവിടുത്തെ പ്രൊഫസേഴ്സും. എല്ലാവരും നല്ല കോണ്ടാക്ട് ചെയ്യുമ്പോൾ നല്ല ഒരു സ്വഭാവത്തിലായിരുന്നു നമ്മളായിട്ടൊക്കെ മിങ്കിളായത്. അപ്പോൾ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇത് ബാക്ക് സൈഡാണ്. ഇത് ഇപ്പോൾ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇതങ്ങനെ ഫ്രണ്ടിലോട്ട് നമുക്ക് മെഡിക്കൽ ഹോസ്പിറ്റൽ ഈ ചെറിയ ഇതായിട്ടുള്ള ബിൽഡിങ്ങൊക്കെ മാറിയിട്ട് അവിടെയൊക്കെ ഹോസ്പിറ്റലാണ് വരിക. അപ്പോൾ ഇതൊക്കെ ജോയിൻ്റായിട്ട് വലിയൊരു കോളേജായി മാറും. അപ്പോൾ അവിടെ തന്നെയാണ് ലേഡീസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും അതുപോലെ മെഡിക്കൽ കോളേജ് ക്ലാസ്സസൊക്കെ നടക്കുന്നത് അവിടെ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തൽക്കാലം ലോക്കലായിട്ടുള്ള അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ബസ്സിൽ തന്നെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ പോയിട്ട് കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു, പേപ്പേഴ്സ്. പിന്നെ ഞങ്ങൾ ഇതെല്ലാം പേപ്പേഴ്സൊക്കെ ഓൺലൈൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് പോയത്. ബോണ്ട് പേപ്പർ എല്ലാം ഫില്ല് ചെയ്തിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഫില്ല് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. 2 ലെറ്റേഴ്സ് മാത്രം എഴുതി കൊടുക്കേണ്ടി വന്നു. നമ്മൾ അപ്ഗ്രഡേഷന് കൊടുക്കണമെന്നുള്ളതും അതിൻ്റെ ഒരു ലെറ്റർ എഴുതി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് നമ്മൾ എന്നിട്ട് പ്രിൻസിപ്പളുടെ അടുത്ത് നിന്ന് ഒരു സൈൻ മേടിക്കേണ്ടി വന്നു. ബാക്കി എല്ലാ പേപ്പേഴ്സും ഇവിടുന്ന് ക്ലിയർ ആക്കി പോയതുകൊണ്ട് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു 11 മണിയായിരുന്നു. ഒരു 12-1 മണിയാകുമ്പോഴേക്കും, അതിന് മുമ്പേ കഴിയും. പിന്നെയും ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ വർത്താനം പറഞ്ഞ് നിന്നതുകൊണ്ട് കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിഞ്ഞു. ബോണ്ട് പേപ്പർ എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് പോയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. DD ഫീസ് എല്ലാം റെഡി ആക്കിയിട്ടാണ് പോയിരുന്നത്. 2 പ്ലെയിൻ A4 ഷീറ്റിൽ നമ്മളിങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടുള്ളത് മാത്രം കാണിക്കുക. പിന്നെ അതുപോലെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓഫീസ് റൂമിൽ ഓൺലൈനായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പണി കൂടെ ചെയ്തിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിരുന്നു മുകളിൽ ക്യാൻറ്റീൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു. ഫുഡും നമുക്ക് അത്ര വലിയ പ്രശ്നം എന്ന് പറയാനില്ല തോന്നി. പിന്നെ നല്ല വൃത്തിയുണ്ട് അവിടെ, ക്യാൻറ്റീനും ഫുഡിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. കോളേജും നല്ല വൃത്തിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി 3rd റൗണ്ടിൽ ഏതെങ്കിലും നല്ല കോളേജ് കിട്ടുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാഗർ പറഞ്ഞ കോളേജിനെ പറ്റിയിട്ടാണ് ചെറിയൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. പിന്നെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഹാഫ് സ്ലീപ്പർ ബസ്സിലാണ് വന്നത് ഇരുന്നിട്ട്. പിന്നെ അത് നേരിട്ട് വീട്ടിലോട്ടില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ബസ് ഉണ്ടായിരുന്നു, സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഞങ്ങൾ വരിക ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ മോൾക്ക് MBBS സീറ്റ് കിട്ടിയ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അവൾക്ക് ഇത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. ഇതിനേക്കാളും നല്ല ഓപ്ഷൻ വേറെ ഉണ്ടെങ്കിൽ അത് കിട്ടാനും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.